അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു വ്യക്തിത്വമാണ് അജിത്തേട്ടൻ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ നമ്മുടെ ടി വിയിൽ കോമഡി ഉത്സവം കണ്ടുള്ള പരിചയമുള്ളൂ. നേരിട്ട് ഒരു പ്രാവശ്യം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടു, അത് മാത്രം. ഹൈ വിഷ് ചെയ്തു. അറിയാലോ, ഒരു ആക്ടറെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഫാനാണ് അജിത്തേട്ടൻ, ഞാൻ ഫാനാണ്. ഫാനാണ്. അജിത്തേട്ടൻ അറിയാലോ, ചേച്ചിയുടെ വേറെ മൂടാന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അപ്പൊ ഈ ക്യാരക്ടർ ചെയ്ത വേറൊരു വ്യക്തിയാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നു. ഒരു PT മീറ്റിംഗിന്റെ ഒരു ആംബിയൻസ് ആണ്. അച്ചേട്ടന്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞ 18, 19, 20, കാരണം ഒരു ന്യൂ ആർട്ടിസ്റ്റ് ആണ്. അയാളുടെ മൈൻഡ് ഡെസ്പ് ആകേണ്ടതിൽ നമ്മളൊരു വിട്ടുവീഴ്ച മെന്റാലിറ്റി പോയപ്പോഴും ലാസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞ് കട്ട് ചെയ്തു. അയാളെ വിഷമിപ്പിച്ചില്ല. ചേട്ടാ ഓക്കെ, നമ്മളങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് വിട്ടു. ചേട്ടാ നമുക്ക് വേറൊരു ക്യാരക്ടർക്ക് ചിലപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയും. നമുക്ക് കഴിവ് നേരത്തെ 9:30 വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. നമ്മളൊരു 7:30 കണ്ട് ഷൂട്ടിംഗ് നിർത്തി. ഇനി ഇത് വേണ്ടെന്ന് വെച്ചു. വളരെ ഇങ്ങനെ ആലോചന വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ക്യാമറമാൻ ടോൾസറ്റും പറയുന്നത്, ജസ്റ്റ് ഒരു ക്യാരക്ടർ ഉണ്ട്, അജിത്താണ്. അറിയാൻ പറഞ്ഞു, അതെന്നെ അറിയാം, എനിക്ക് കോമഡി അല്ലേ, കോമഡി അല്ല ചേട്ടൻ ഒന്ന് നോക്ക്, ചിലപ്പോൾ പറ്റുമായിരിക്കും ഈ ഒരു ക്യാരക്ടർ. മുഖഷേപ്പ് ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞു മുഖഷേപ്പ് ഓക്കെ, പക്ഷെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അതിനകത്ത് കോമഡി സ്റ്റാർസോ മറ്റുള്ള ഏതെങ്കിലും വർക്കൗട്ടിൽ കയറി വരുമോ നോക്കാൻ പറ്റുന്നു. അങ്ങനെ വിളിച്ചു ഈ സീൻ തന്നെ സ്ക്രിപ്റ്റ് പോലും കൊടുത്തില്ല, നേരെ മേക്കപ്പ് ചെയ്തു, ഇട്ടു, കയറി ഇതങ്ങ് ചെയ്തോളം ആഹാ അവസാനം എടുത്തു. ആഹാ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ഓക്കെ പറഞ്ഞു, പിന്നെ ജീവിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്. അങ്ങനെയാണ്.